എങ്കിൽ അതേ രീതിയിലുള്ള എൻവയോൺമെന്റ്, അതേ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പിറ്റേ ദിവസം എക്സിക്യൂട്ടീവ് കൗൺസിൽ രാജിവെക്കേണ്ടി വരും. അതെ അതെ അത്രയ്ക്ക് ഗുരുതരമായ ഒരു അവസ്ഥയാണിത്. ഇതിനെ ആ നിങ്ങൾ നിങ്ങൾ അവർ ചെയ്തോ ഇവർ ചെയ്തോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം, പ്ലീസ് ഡോണ്ട് മിയർലി പാസ് ദ അക്കൗണ്ട് ടു അതർ പീപ്പിൾ. ഷോ അക്കൗണ്ടബിലിറ്റി, ഷോ ലീഡർഷിപ്പ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് ഞാൻ പറയും 160 മീറ്റർ അതെ അതെ ഒരു എക്യുപ്മെന്റും ഇത് ഇല്ലാതെ ഇറങ്ങുന്നത്, ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഇറങ്ങുന്നത്. ഇത് ഈ വേസ്റ്റ് തങ്ങി നിൽക്കുകയാണ്. എത്ര വർഷത്തെ ആയിരിക്കും അത്? അതെ നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ യുവത്വം കളം വിടുന്നത്? ഇത് കണ്ട് എന്നെ പോലെയുള്ള ഒരിക്കലും രാഷ്ട്രീയപരമായോ കേരളത്തിലെ കാര്യങ്ങളിലോ ഇടപെടരുത് എന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ഇത് പോകും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ കേംബ്രിഡ്ജിലേക്ക് പോവാ. നിങ്ങൾ ടിക്കറ്റ് മാത്രം എടുത്താൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ നടന്നോളാം. അതിന്റെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഞാൻ നടന്നോളാം, ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾ വാ, ഒരു മാസത്തേക്ക് വാ, ഞാനിവിടെ കാണിച്ചു തരാം എവിടെ എന്താ ചെയ്യുന്നത്. ഡെൻമാർക്കിൽ പോയി ജനങ്ങളുടെ ഈ ടാക്സ് എടുത്ത് ഡെൻമാർക്കിൽ അവിടെ എവിടെയും പഠിക്കാൻ പോയി വെറുതെ ജനങ്ങളെ പറ്റിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കേംബ്രിഡ്ജിന് വാ. എന്താണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇത് കൃത്യമായി നിങ്ങൾ ഒരു പൈസയും തരണ്ട. നിങ്ങൾ ഈ മറ്റേ ഇത് വലിയ പ്രോപ്പഗാണ്ടയൊന്നും ഇല്ലാതെ നിങ്ങൾ അതെ രണ്ട് ഓഫീസേഴ്സിനെ വിട്ടാൽ മതി. കൃത്യമായി എന്താണ് നടക്കുന്നത് ഞാൻ കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അതല്ല, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവില്ല, നിങ്ങൾ മാറി നിൽക്കി. അറിയാവുന്ന പിള്ളേര് കാണും അവിടെ, അവർ കയറി പരിപാടി ചെയ്യും. എന്തൊരു രാഷ്ട്രീയ അരാജകത്വമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ആ റെഫ്യൂജി ആ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ആ ആളുകളെല്ലാം ആ വെള്ളത്തിൽ കിടന്നു. എനിക്കൊരു സങ്കടം തോന്നി. ഇത് ലോകം കണ്ടോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ അതെ എൻ ഡി ആർ ഞങ്ങളെ എഫിന്റെ പോലുള്ള ആളുകൾ ജീവിക്കാനായി വന്ന് ഞങ്ങൾ ഈ ജനങ്ങൾ മുഴുവൻ എടുത്ത് കണ്ടോണ്ടിരിക്കുകയാണ്. വിദേശത്ത് മലയാളികൾ മാത്രമല്ല, വിദേശത്തുള്ളവരും. അതെ ദയവായി ഇതിക്കുള്ള എങ്ങനെയാ പറയുന്നത്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദയവായി ഈ പരിപാടി വിട്ട് മറ്റു പണിക്ക് പോവുക. ഇനി പണിയില്ലേ, ഞാൻ എന്റെ ഓഫീസിൽ പണി തരാം, ബാ. മേയറുടെ ഓഫീസിൽ, എന്റെ വക്കീൽ ഓഫീസിൽ പണി തരാം. ദൈവത്തെ ഓർത്ത് ഞാൻ ഈ കേരളത്തെ ഇങ്ങനെ നിങ്ങൾ നശിപ്പിച്ചു കളയാതെ. വലിയ സങ്കടത്തോടെയാണ് പറയുന്നത്. ഞങ്ങളൊക്കെ ലക്കിൽ ബ്രിട്ടനിൽ വന്ന് പെട്ടു, ലക്കിൽ വന്നവരാണ്. വരാത്ത എത്രയോ ആളുകൾ അവിടെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മുമ്പിലേക്ക് എന്താണ് നിങ്ങൾ കാണിച്ചു വെക്കുന്നത്? ഇതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ എങ്ങനെ കിടന്ന ഉറക്കം വരുന്നത്? ആ ആ KSRTC ഡ്രൈവറുടെ നേരെ കാണിച്ച പകുതി രോഷം. അതെ കുതിര കയറാൻ നിങ്ങൾ വേണ്ടി. ഈ 160 മീറ്ററിൽ കിടന്ന ഈ വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളെ സല്യൂട്ട് ചെയ്തേനെ. സോ അപ്പാളിങ്, സോ അപ്പാളിങ് ആൻഡ് അൺഅക്സെപ്റ്റബിൾ ആൻഡ് കറ്റാസ്ട്രോഫിക്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ഗുഡ് മോർണിംഗ് യുകെയോട് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത് കേംബ്രിഡ്ജിലെ മേയറാണ് ശ്രീ ബൈജു തെറ്റാല. അദ്ദേഹം കേരളത്തിലെ ഇത്തരം രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്, അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കൂ എന്നാണ് പറയുന്നത്. താങ്ക് യു മിസ്റ്റർ ബൈജു തെറ്റാല. Thank you for having me on your show. Thank you, Balamurugali.